നമ്മളോടൊപ്പം ശ്രീ സുരേഷ് കൂടി ചേർന്നിട്ട് ഏതാണ്ട് 20 മിനിറ്റോളമായി. ഞാൻ അദ്ദേഹത്തിലേക്ക് പോകാനേ സാധിച്ചില്ല, കാരണം രണ്ട് അഭിപ്രായങ്ങളിൽ രണ്ട് ധ്രുവങ്ങളിൽ നിന്നുകൊണ്ടാണ്. ശ്രീ സുരേഷ് ദയവായി ക്ഷമിക്കുക. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യുവമോർച്ചയുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പ്രധാനമായും ഈ ഇന്ധന വിലവർദ്ധനവുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ താങ്കൾക്ക് തന്നെ ബോധ്യമുള്ള കാര്യമായിരിക്കാം, നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലേറുമ്പോൾ 1 ലിറ്റർ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയെന്തായിരുന്നുവെന്ന്, അതിനുശേഷം എത്രയോ തവണ വില വർദ്ധിപ്പിച്ചു, ഇടയ്ക്ക് അല്പം കുറച്ചു. ഈ സമയത്തൊന്നും BJPയുടെയോ BJP അനുഭാവ യുവജന സംഘടനകളുടെയോ ഭാഗത്തു നിന്നൊന്നും ഒരു പ്രതിഷേധവും കേരളത്തിൽ കണ്ടിരുന്നില്ല. ഇപ്പോൾ ഈ അധിക സെസ്സിലേക്ക് പോകുമ്പോൾ അതിരൂക്ഷമായ പ്രതിഷേധം, അതിശക്തമായ പ്രതിഷേധമാണ് യുവമോർച്ചയുടേതടക്കം ഉണ്ടാകുന്നത്. അതിനെ എങ്ങനെയാണ് പൊതുസമൂഹത്തിന് ആത്മാർത്ഥമായ പ്രതിഷേധമെന്ന് വിലയിരുത്താൻ സാധിക്കുക? ശ്രീ അഭിലാഷ്, ഈ രാജ്യത്ത് ശ്രീ സുരേഷ്, താങ്കളുടെ മൈക്ക് മ്യൂട്ടാണ് എന്ന് തോന്നുന്നു. പറഞ്ഞോളൂ. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ അത് 2 പ്രാവശ്യം കുറച്ചിട്ടുമുണ്ട്. പെട്രോൾ വില കുറച്ച സമയത്ത് നയാ പൈസ പോലും കുറയ്ക്കാത്ത ഇന്ത്യയിലെ ഏക ജനദ്രോഹ സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. ആ സമയത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടുതൽ ഉപയോഗിച്ച ഇടതുപക്ഷ സർക്കാർ ഇന്ന് വീണ്ടും ഒരു ഇരുട്ടടിയാണ് 2 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട്, ഡീസലിനും പെട്രോളിനും 2 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ കേരള സർക്കാർ ഒരു ഭരണകൂടം എന്ന നിലയിലല്ല, ഒരു കള്ളക്കടത്തുകാരനോ അല്ലെങ്കിൽ ഒരു തട്ടിപ്പുകാരനെയോ പോലെയാണ്, ഒരു കൊള്ളക്കാരനെ പോലെയാണ് ജനങ്ങളോട് പെരുമാറുന്നത്. ഈ സർക്കാർ സർവ്വ മേഖലയിലും വിലക്കയറ്റം സൃഷ്ടിച്ചിരിക്കുകയാണ്. കുടിവെള്ളത്തിന് നികുതി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് ഇടയിൽ പുറംവാതിലിലൂടെ പലതും ഈ സുമോദിന്റെ പാർട്ടിക്കാർ ചെയ്യുന്ന പുറംവാതിലിലൂടെ വെള്ളക്കരം വർദ്ധിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി ചാർജ് നേരത്തെ തന്നെ വർദ്ധിപ്പിച്ചു. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂനികുതി കൊടുക്കുന്നത് സംസ്ഥാനം കേരളമാണ്. രജിസ്ട്രേഷൻ ഫീ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ആ രീതിയിൽ സർവ്വ മേഖലയിലും ഒരു മനുഷ്യൻ, കേരളീയനായിട്ടുള്ള ഒരു മനുഷ്യൻ തൊടുന്ന സർവ്വ മേഖലയിലും വലിയ ദ്രോഹം ചെയ്തിരിക്കുന്ന ഇതുപോലൊരു സർക്കാർ, ഇത്രയും അൺപോപ്പുലറായ, ഇത്രയും ജനദ്രോഹികളായ, ഇത്രയും ജനങ്ങളുടെ പുറത്ത് കുതിര കയറുന്ന, ജനങ്ങളെ ശത്രുക്കളായി കാണുന്ന മറ്റൊരു സർക്കാരും ലോകത്ത് ഒരിടത്തും ഉണ്ടാവില്ല. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികൾ പോലും ജനതയോട് ഇത്രയും ദ്രോഹം ചെയ്യുമെന്ന് കരുതുന്നില്ല. പിണറായി വിജയൻ അത്രയും വലിയ ദ്രോഹമാണ് കേരളത്തിലെ ജനതയോട്. അല്ല, അവിടെ ശ്രീ സുരേഷ്, താങ്കൾ ശ്രദ്ധിച്ചില്ലേ? അതായത് കേന്ദ്രം കേരളത്തിന് നൽകേണ്ട വിഹിതത്തിലടക്കം വലിയ കുറവ് വരുത്തിയിരിക്കുന്നു. അത് പരിഹരിക്കപ്പെടണമെങ്കിൽ ഇപ്പോൾ താങ്കൾക്ക് തന്നെ ബോധ്യമുള്ളതാണല്ലോ, ഈ GST ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലേക്ക് പോകുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് നികുതി പിരിവിനടക്കം വലിയ പരിമിതികളുണ്ട്. താങ്കൾ ഈ പറയുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒക്കെ വില കേന്ദ്ര സർക്കാർ കൂട്ടുമ്പോഴും അതിന് എത്ര ശതമാനമാണ് ഓരോ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന കണക്കൊക്കെ താങ്കൾക്ക് നല്ല ബോധ്യവും ഉണ്ടാകും. അപ്പോൾ ഒന്ന്, ഈ പ്രതിസന്ധി എന്നത് പിണറായി വിജയൻ സർക്കാർ മാത്രം ഉണ്ടാക്കി വെച്ച ഒന്നല്ല. പിണറായി സർക്കാർ ആദ്യമേ അധികാരത്തിലേറുമ്പോൾ തന്നെ കേരളം കടത്തിലാണ്. ആ കടത്തിൻ്റെ തോത് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അതിനിടയിൽ പ്രളയമുണ്ടായി, ആ പ്രളയത്തിൻ്റെ തുടർച്ചയുണ്ടായി, കോവിഡ് ഉണ്ടായി, അങ്ങനെ ഒരു പരിമിതി നിൽക്കുന്നുണ്ട്. അപ്പോഴും കേരളത്തിന് ലഭിക്കേണ്ട വിഹിതം കുറയുകയാണ് ചെയ്തത്. അതാണ് ഈ കേന്ദ്രം ഞെരുക്കുകയല്ലേ, പിന്നെ എന്ത് ചെയ്യും എന്നൊരു ചോദ്യമാണ് ഇടതുപക്ഷത്തിനും സർക്കാരിനുമൊക്കെ ചോദിക്കാനുള്ളത്. അഭിലാഷിന്റെ ചോദ്യമാണെങ്കിൽ ഞാൻ അഭിലാഷെ വെല്ലുവിളിക്കുന്നു. ഇടതുപക്ഷ പ്രതിനിധിയാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഇടതുപക്ഷ പ്രതിനിധിയെ വെല്ലുവിളിക്കുന്നു. കേന്ദ്ര സർക്കാർ ഏത് മേഖലയിലാണ് കേരളത്തിനോട് വിവേചനം കാണിച്ചത് എന്ന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഓരോ സെക്ഷൻ, ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഓരോ മേഖലയിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് നൽകിയതും കേരളത്തിന് നൽകിയതും തമ്മിലുള്ള വസ്തുതകൾ, ബഡ്ജറ്റ് വിഹിതത്തെ സംബന്ധിച്ച രേഖയുമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു പോയിന്റ് കേരളത്തിനോട് ചിറ്റമ നയം സ്വീകരിച്ചു എന്ന് പറയാൻ. കേരളത്തിന് ഇത്തവണ ലഭിച്ചിട്ടുള്ള പദ്ധതി വിഹിതം കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്ത് കുറവെന്ന് താങ്കൾക്കറിയാമല്ലോ ആ ബജറ്റ് നോക്കിയാൽ. ശ്രീ അഭിലാഷ്, ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കി. അഭിലാഷ് ഇടയിൽ കയറുമ്പോ എനിക്ക് അഭിലാഷ് ആദ്യം ചോദിച്ചതിനൊന്നും ഉത്തരം പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഈ കേരളത്തിൽ ഇന്ന് 107 രൂപയാണ് പെട്രോൾ വില. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും 96 രൂപയാണ്. ഉത്തരവാദി BJP ആണോ അതോ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണോ?
ഡീസലിന്റെ വില കേരളത്തിൽ 96 രൂപ 52 ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം 87 രൂപയും 86 രൂപയും 89 രൂപയുമാണ്. ഉത്തരവാദി BJP ആണോ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണോ? ഇതിന് ആദ്യം ഇടതുപക്ഷം കേരളത്തിലെ ജനതയോട് ഉത്തരം പറയണം. ഒന്ന്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിന്റെ മുകളിൽ 2 സംസ്ഥാനങ്ങളെ ഉള്ളൂ, ആന്ധ്രാപ്രദേശും പശ്ചിമ ബംഗാൾ. ആന്ധ്രാപ്രദേശും പശ്ചിമ ബംഗാളും കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണ്. അതിന് ഉത്തരവാദി BJP ആണോ അതോ കേരളം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷവും മുമ്പ് ഭരിച്ചിരുന്ന കോൺഗ്രസുമാണോ? ഇവർ ഉത്തരം പറയണം. കേരളമാണ് ഇന്ത്യയിൽ ഒട്ടും തന്നെ ടാക്സ് പിരിച്ചെടുക്കാത്ത, ഇവിടത്തെ കുത്തകളെയും മുതലാളിമാരുടെയും കാൽപാദങ്ങളിൽ കിടന്ന് ഉരുണ്ട് അവരുടെ ടാക്സ് പിരിച്ചെടുക്കാതെ അവരുടെ ടാക്സ് അവർക്ക് തന്നെ കൊടുത്തിട്ട് ഇവിടത്തെ പാവങ്ങളെ പിഴിയുന്ന ഇന്ത്യയിലെ ഏക സർക്കാർ കേരള സർക്കാരാണ്. ടാക്സ് പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ കേരളം 19ാം സ്ഥാനത്താണ് ഇന്ത്യയിൽ. അതിന് ഉത്തരവാദി BJP ആണോ ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷമാണോ ഇന്നലെ ഭരിച്ച കോൺഗ്രസ് ആണ്? ഇവർ ഉത്തരം പറയേണ്ടതാണ്. മാത്രമല്ല, ഇനി 15ാം ധനകാര്യ കമ്മീഷൻ നൽകിയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഗ്രാന്റ് നൽകിയ ആനുകൂല്യം നൽകിയ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. 53,157 കോടി രൂപയാണ് കേരളത്തിന് കിട്ടിയത്. കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ ഗ്രാന്റ് ലഭിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുന്നതാണോ? ഇനി ഞാൻ മറ്റൊന്നു കൂടെ പറയാം. അതും കൂടെ പറയാൻ അഭിലാഷ് അനുവദിച്ചതിന് ശേഷം എന്നോട് പല ചോദ്യങ്ങൾ ചോദിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ 2021-22 ഈ കേരളത്തിന് കിട്ടിയ ആനുകൂല്യങ്ങൾ ഞാൻ പറയാം. കേരളത്തിന് റവന്യൂ ഡെഫിസിറ്റ് ആയിട്ട് 37,814 കോടി രൂപ കിട്ടി. ഇതിന് മുകളിൽ കിട്ടിയിരിക്കുന്ന ഒരൊറ്റ സംസ്ഥാനമുള്ളൂ, പശ്ചിമ ബംഗാൾ, 42,115 കോടി രൂപ. കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ 3,264 കോടി രൂപ ആരോഗ്യ മേഖലയിൽ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ വർഷം തന്നിട്ടുണ്ട്. റൂറൽ വികസനത്തിന് വേണ്ടി, ഗ്രാമീണ വികസനത്തിന് വേണ്ടി 6,344 കോടി രൂപ കേരളത്തിന് ലഭിച്ചിട്ടുണ്ട്. നഗരാസൂത്രണത്തിന് വേണ്ടി 3,242 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പേരിൽ 1,734 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി സടക്ക് യോജന 113 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. ജുഡീഷ്യറിയെ റിഫോം ചെയ്യുന്നതിന് വേണ്ടി 435 കോടി രൂപ കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ മേഖലയിൽ, കാർഷിക മേഖലയിൽ 1,246 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് സ്പെഷ്യൽ വിഹിതമായിട്ട് 1,100 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ വിഹിതമാണ് കേരളത്തിന് പലതിലും കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കേരളത്തെ ഇങ്ങനെ നശിപ്പിച്ചത് ഇവിടെ എന്റെ പ്രിയ സുഹൃത്ത് അനിൽ ബോസും അതോടൊപ്പം തന്നെ സുമോദും ചേർന്ന് ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരുമാണ് ഈ നാട് ഇത്രയും കാലം ഭരിച്ചത്. ഇവിടത്തെ നെൽകൃഷിയെ നശിപ്പിച്ചത്, റബ്ബർ കൃഷിയെ നശിപ്പിച്ചത്, മത്സ്യകൃഷിയെ നശിപ്പിച്ചത്, വ്യവസായ. ശ്രീ സുരേഷ്, ഞാൻ താങ്കൾ നിരവധി സംശയങ്ങളാണ് പഠിക്കാനില്ലാതെ വിദേശത്തേക്ക് പലായനത്തിന്റെ അവസ്ഥയുണ്ടായി, യുവാക്കൾ നാടുവിടുന്ന അവസ്ഥയുണ്ടായി, ഇവിടെ മദ്യക്കാർ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സുമോദ്, താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അതായത് ജനങ്ങൾ അധിക ഭാരം ഏൽപ്പിക്കുമ്പോഴടക്കം ഞാൻ താങ്കളിലേക്ക് വരാം.